ഗൈസ് വാട്സ്ആപ്പ്. അങ്ങനെ ലണ്ടനിലെ ഇംഗ്ലീഷുകാരന്മാരുടെ ഉള്ള കറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങ് ദുബായിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജുബിനോളജി. വെൽക്കം ബാക്ക്. ലണ്ടനിൽ ഇംഗ്ലീഷുകാരൊന്നുമില്ല, മൊത്തം നമ്മുടെ ആൾക്കാരോട് ഉണ്ട്. അതങ്ങനെയായി, ഇപ്പൊ പറഞ്ഞ കാര്യമൊന്നുമില്ല. പിന്നെ അതാണ് നമ്മൾ തൊട്ട് ബാക്കില് സിനാനുണ്ട്. സിനാനെ കാണാൻ വയ്യ ഒരു ഇട്ടടാ. സിനാൻ ഇത് വല്ലപ്പോഴൊക്കെ ഇല്ലടാ ക്യാമറ എടുക്കട്ടെ. അങ്ങനെ സിനാനും നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഓൺ ദ വേ. ദിസ് ഇസ് എ ഫുഡ് ബ്ലോഗ്. ആസ് ഓൾവേസ് വി ആർ ഗോണ ട്രൈ സം നൈസ് ടർക്കിഷ് ഫുഡ്. It's all around the world, all around the Middle East. Okay, selective kebabs. Yes. ഒരു സ്ഥലത്ത് കിട്ടും, അതാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജുമേറ റോഡിൽ കൂടെ, ഇവിടെ ജുമേറ റോഡായ ജുമേറ റോഡൊക്കെ, ജുമേറ റോഡിൽ കൂടെ നമ്മളിങ്ങനെ പമ്മി നടക്കുകയാണ്. നമ്മളുടെ ഫ്രണ്ടിൽ മറ്റേ ഡ്രൈവർലെസ് വണ്ടി നടപ്പുണ്ട്. അതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് ഞാൻ നേരത്തെ ഐഫോണിൽ എടുത്തത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ മുന്നിൽ ആ പോകുന്ന കാറ് കണ്ടോ നിങ്ങൾ? അതിലൊരു ഡ്രൈവർ ഉണ്ട്, പക്ഷെ ആ ചേട്ടൻ വണ്ടി ഓടിക്കണില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ദിസ് ഈസ് ഊബർ ഓട്ടോമാറ്റിക് അല്ല ഊബറിന്റെ തന്നെ വി റൈഡ് ഓട്ടോമാറ്റിക്. ഇനി ആ ചേട്ടൻ പോകും കേട്ടോ. പുള്ളി ഇപ്പൊ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ പതുക്കെ ഇനി കാണൂല. ഇത് തന്നെയാണ് ഓടണം, വണ്ടി ഓട്ടോമാറ്റിക്കലിയാണ് പോണത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. pretty awesome, isn't it? ഈ ആ ചേട്ടൻ പോവും, വണ്ടി മാത്രം ഇതുപോലെ ഓടും, പ്രേതം ഓടിക്കണ പോലെ. ഗൈസ്, ദുബായ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദുബായിലെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റിൽ കൂടെയാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ഫെബ്രുവരി വരെ കാണും. അതിന് ശേഷം ഫെബ്രുവരി അല്ലടാ, ഒരു ഏപ്രിൽ വരെ കാണുമായിരിക്കും അല്ലേ ക്ലൈമറ്റ്? ഇല്ല, അപ്പൊ ഏപ്രിൽ ഇല്ലെന്നാണ് അവൻ പറയണത്. അപ്പൊ എന്തായാലും മാർച്ച് വരെ ഉണ്ട്, എൻജോയ് ചെയ്യാം. ഓ ഇതാണല്ലേ കബാബ് കബാബ് ബെയ്ത്തൽ ഷുവി. നല്ല കടയാണല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ വരൂ. കബാബ് കി ജയ്, കബാബ് കി. അയ്യോ ആളുണ്ടായിരുന്നു. ഓക്കെ, ഇതേപോലൊരു ഔട്ട്ഡോർ സിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. വൈകുന്നേരങ്ങൾക്ക് വന്നത് വിറച്ചിരുന്ന് കഴിക്കാം. നമുക്ക് ഇതാ നല്ലത്. വെളിയിലല്ലേ, നല്ല ലൈറ്റിംഗും ആണ്, നല്ല ക്ലൈമറ്റും. വെളിയിലിരിക്കാൻ സെറ്റപ്പ് ഉണ്ട്, അകത്തും ഉണ്ട്, മുകളിലും ഉണ്ട്. പക്ഷെ മുകളിൽ എനിക്ക് അവര് അത് ഒന്നും തുറക്കാനായിട്ട് അവർ തുറന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. മുകളിലോട്ട് പോകാനുള്ള വഴിയായില്ലേ? ഉണ്ട്, അവിടെ ഉണ്ട്. ഹായ് സുബൻ ദിസ്. ഗൈസ്, നിങ്ങൾ അബുദാബിയിൽ വരുന്നവരാണെങ്കിൽ, നിങ്ങൾ ടൂറിസ്റ്റുകളാണ്, നിങ്ങൾ അബുദാബിയിലാണെങ്കിൽ വാലെ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ഉണ്ട്, രണ്ടും ഉണ്ട്. വാലെ ഉണ്ട്, ഫ്രീ പാർക്കിംഗ്. ഓ, ഫ്രീ വാലെ ആൻഡ് പാർക്കിംഗ്. യെസ്, ബോത്ത്. ഓക്കെ. ഇപ്പൊ ഞാൻ പാർക്കിംഗ് ഉണ്ട്. നൈസ്, കൊള്ളാല്ലേ സെറ്റപ്പ്, വെരി നൈസ്. ഈ കുടത്തിന്റെ അകത്ത് എന്താണ്? അച്ചാറാണ്. ഒന്നും കാണൂല, nothing doing. Looks itself very tender, you know. So little backstory about us is I've been doing kebab restaurants for 8 years now. Okay. 8 years. But I grew up in the Middle East, but we ended up opening in India because we were there. I grew up most of my life here, but we opened about roughly, I think now it's going to be 14. So Bangalore, Chennai, Hyderabad. Soon in Calicut, we're going to be opening. So basically it's a Turkish restaurant over there. So what is the restaurant name there? Kebabchi. Kebabchi. Yes. Okay. So it's quite popular. In Bangalore, yeah, I know. Yeah. And for me here was something that I always loved because the ingredients access, creating a kebab culture. So right now, if you see any good modern restaurants, they're all becoming cuisine agnostic. Whether they're like cuisines are, it really binds you too much. So they're saying that, okay, we're going cuisine agnostic. And so what we decided is we're good at meat, we understand what meats are. And so we went into researching what meat. We have Australian, we have New Zealand, we have Indian mutton here, we don't have lamb here. So we've got we've got African meats here, so many other. We went on researching what comes from where and everything, what would give the right texture. So we're waiting now. Yeah, we're waiting. പുള്ളി വന്ന് പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിനെ പറ. ഇതിൽ കുറേ കഥകളുണ്ട്, കുറേ കഥയുണ്ട്. ആ കഥ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ പുള്ളിക്ക്
അറിവുണ്ട് അല്ല പഠിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പുള്ളി വേറൊരു കാര്യം കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒത്തൻറ്റിക് എന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. ഇത് ഒത്തൻറ്റിക് പല സ്ഥലത്തെ ജനറേഷനും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോയിസ്റ്റ് കൈൻഡ് ഓഫ് കബാബ് ഫ്ലേവേഴ്സ് ആണ് തരാൻ പോകുന്നത്. അത് പല ലോകത്തുള്ള പല സാധനങ്ങളും പുള്ളി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് അതാണ് ഈ കെപ്പോപ്പ് ഈ സാധനം ഇതില് പ്രൈസ് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞത് ഒരു 39 ദിർഹം തൊട്ട് തുടങ്ങും. ഏകദേശം അതിന് 50 അല്ല 60 ഇറാനി റെസ്റ്റോറൻറ്റ് നമ്മളിവിടെ നല്ല ഒത്തന്റിക് എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കും. ഒത്തന്റിക് എന്ന് പറഞ്ഞ് ഒരു വാക്കിൽ ഒത്തന്റിക് സിറിയൻ ലെബനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരു കബാബ് പ്ലാറ്റർ കിട്ടണമെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ്സ്, ഇനി ചെറിയ റെസ്റ്റോറൻറ്റ്സ് എടുത്ത് പറഞ്ഞ് എല്ലാവരും വരണ്ട, നല്ല റെസ്റ്റോറൻറ്റ്സ് പോയാൽ മിനിമം 35 ദിർഹംസ് 40 ദിർഹംസ് ഒരു പ്ലേറ്റ് കൊടുക്കണം. ഇല്ലേ? പിന്നെ പ്ലേറ്റ് കൊടുക്കണം. സോ ഏകദേശം ആ ഒരു ഉസ്താദാ അത് തന്നെ ഉണ്ട് 50 ദിർഹം തോന്നുന്നു. അതെ. സോ ഒരാൾക്ക് കഴിക്കാനുള്ള ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിന്റെ ഒരു 5 ദിർഹംസ് കുറവാണ് ഇവിടെ എനിക്ക് തോന്നിയത്. 35 അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ ടിക്കയുണ്ട്. വെജിറ്റേറിയൻസിന് ഒരു 1 2 3 4 5 6 ഓപ്ഷൻ ഉണ്ട്. പല ടൈപ്പ് റൈസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഈ തബൂക്ക് എന്ന് പറയുന്ന റൈസ് ഉണ്ട്. അത് ഭയങ്കര രസം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ മേടിക്കുന്ന എല്ലാ വെജിറ്റബിൾസിന്റെ ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ സ്റ്റോക്കും അതേപോലെ എല്ലാ മീറ്റിന്റെ ബോൺസ് എന്ന് വെച്ചാൽ ബാക്കി വരുന്ന സ്റ്റോക്ക് എല്ലാ ദിവസവും കഴിഞ്ഞ തലേ ദിവസം ഓവർനൈറ്റ് തലേ ദിവസം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് സിമ്മർ ചെയ്ത് ഉണ്ടാക്കി വെച്ച റൈസ് ആണ് തബൂക്ക് റൈസ്. പക്ഷെ അത് പറയുമ്പോൾ കുറെ ഫ്ലേവർ ഉണ്ട് കേട്ടാ. എനിക്ക് കേട്ടിട്ട് കൊള്ളാം. അതായത് നമ്മുടെ നാട്ടിൽ പശുക്ക് കൊടുക്കുന്ന സാധനം വെച്ചുണ്ടാക്കിയ റൈസ്. പശുവിന് കൊടുക്കുന്ന സാധനം എന്ത്? കാലിത്തീറ്റാന്ന് അവൻ പറഞ്ഞത്. പക്ഷെ എരിയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ സ്പൈസി കബാബ് ഒക്കെ ഉണ്ട്. സംഭവം മെനു അല്ല അയാൾ പറയുന്നത് അതിനെക്കാട്ടി ഇതാണ്. അപ്പം അറിയണ മെനു. പിന്നെ ഓരോ മാസം ഓരോ പുതിയ സോസ് വരും. പിന്നെ ഓരോ മാസം ഓരോ പുതിയ സോസ് ഒരു കബാബും ലോഞ്ച്. ഒരു കബാബും അടുത്ത വരുന്നത് മംഗോളിയൻ കബാബാണ്. നമുക്കത് ഇന്ന് കഴിക്കാനുള്ള ഇതില്ല. 27 ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫുഡ് വരുന്നതനുസരിച്ച് നമ്മൾ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട് കൊതി വിട്ടോളൂ. കറുത്ത ഹുമ്മൂസും പൂരിയും നന്നായിരിക്കും കേട്ടോ. കറുത്ത ഹുമ്മൂസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ലേ? ഫസ്റ്റ് ടൈം. ഇതൊന്ന് വറുത്ത ഉള്ളിയിട്ടൊരു സാധനം പ്ലേറ്റ് വന്നു, പൂരി വന്നു. കഷ് ബദേം ജൂൻ. This is kash ബദേം ജൂൻ. What is kash? Eggplant, huh? ബ്ലാക്ക് ബീൻ ഹുമ്മൂസും അല്ലേ? Yes. പിന്നെ പൂരി. ഇതെന്ത് സാധനം? ഖുബ്സ്. ഹുബ്സ്. ഓക്കേ. ഒരു പൂരി പോരെ, നല്ല ഫ്രഷ് ബ്രെഡ്. ബിസ്മില്ലാ. ഇതെന്താ ചില്ലി ഓയില്? അതെ. ഓഹോ അടിപൊളി. ഇത് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റും പൂവും അതാണ്. ഈ ചില്ലി ഓയിൽ കൊള്ളാം. നമുക്ക് കിട്ടിയ വേറെ പൂരിയ ഇതെന്നടാ? ബ്ലാക്ക് ഹുമ്മൂസും ചില്ലി ഓയിലും കിട്ടില്ല കോമ്പിനേഷൻ. തെളിവാണ് അവൻ കഴിക്കുന്നത്. കുറച്ച് ബാജിക്കറിയും കൂടി ഉണ്ട്. പൊളിച്ച അത് വെച്ചു. അത് കൊള്ളാം. അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അണ്ടകടകം മുരിങ്ങയ്ക്ക് ആസ്പറാഗസടാ. ഗൈസ്, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. പംകിൻ സോസിന്റെ അകത്തിരിക്കുന്ന കോളിഫ്ലവർ. വരണം കഴിയും. ഏറ്റവും ബെറ്റർ ബാക്ക് കൊണ്ട് കിട്ടും. വെരി കോളിഫ്ലവർ. വെരി നൈസ്. വെരി കോളിഫ്ലവർ. ആക്ച്വലി ഞാൻ കുറച്ച് സ്ഥലം വിടുകയാണ്. മീറ്റ് വരാനുണ്ട്. അതാണ് നമ്മളുടെ ഒരു മെയിൻ പരിപാടി. അത് വന്നതിന് ശേഷം ഞാൻ കഴിക്കുന്നതായിരിക്കും. സംഗതി വെച്ചാൽ അതിൻ്റെ അകത്തുള്ളൊരു ഇതെന്ന് വെച്ചാൽ
ഒത്തൻറ്റിക് വിൽ ഓൾവേസ് റിമെയിൻ ഒത്തൻറ്റിക്. ഇപ്പം ഒറിജിനൽ സിറിയനും ഒറിജിനൽ ടർക്കിഷ് ഭക്ഷണം പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതെ, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എങ്ങനെയാണ് അറിയും? അതെ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അതെ. ചുമ്മാ പക്ഷെ ഫുഡ് കൊള്ളാം. അല്ല അങ്ങനെയല്ല, ചുമ്മാ നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഈ സിറിയൻ ഭക്ഷണം അടിപൊളിയാണ് അങ്ങനെ പറ്റൂല. ആ സിറിയൻ കബാബ് കഴിച്ചു നോക്കണ്ട, ഒറിജിനൽ ശരിക്കുള്ള കഴിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബെഞ്ച് മാർക്ക് കിട്ടുള്ളൂ. എക്സാക്ട്ലി. അതൊക്കെ അത്രേ ഉള്ളൂ. ഇറാനി കബാബ് കഴിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് സിറിയൻ കബാബാണ്? പറ്റൂല. അതേപോലെ നമ്മള് മീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ല ഫ്രൈ. ഞാൻ ഒറ്റ നോട്ടത്തിൽ പുരുഷു എന്നാണ് വാങ്ങിച്ചത്. പുരുഷു. ആ പുരുഷ തന്നെ. പുരുഷു തന്നെ. പുർസു. പുരുഷു അല്ല, പുർസു ആണത്. മിനറൽ വാട്ടർ. മറ്റേ അവിടെ UK എഴുതുന്ന വേറെയും വായിക്കുന്ന വേറത്തെ അവസ്ഥ പോലെ തന്നെയാണ്. പുർസു എന്നെ അനുഗ്രഹിക്കണം. മറ്റേ GREENWICH നിങ്ങളെന്ത് വായിക്കും? GREEN WICH നിങ്ങളെന്ത് വായിക്കും? ഗ്രീൻവിച്ച്. കറക്റ്റ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല, പിന്നെ ഗ്രീനിച്ച്. ഗ്രണിച്ച. ഗ്രീനിച്ച്. ആര് ഗ്രണിച്ച്? ഗ്രീൻവിച്ച് അല്ലേ? ഇതാണ് UK ഏറ്റവും വലിയ പ്രശ്നം. അവർ എഴുതുന്ന എന്തോ ഞങ്ങൾ വായിക്കുന്നത് എന്തോ. ഗ്രിനിച്ച. ഗ്രീനിച്ചാണ് പ്രൊണൗൺസിയേഷൻ. ഗ്രീനിച്ച്. വിദ്യാഭ്യാസം ഇല്ല ആർക്ക്? യുകെക്കാർക്ക്. ഗൈസ്, ഈ കാരറ്റ് ഡിഷിൻ്റെ വെച്ച് ഹുമൂസ് സൂപ്പർ. സൂപ്പർ. ഞാൻ കഴിച്ചു. നല്ല ഹുമൂസ് ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. ആ ഹുമൂസ് കൊള്ളാം. ഇതിനെ വിൽക്കാൻ പറ, കറുപ്പിനെ വെക്കുന്നതിനെക്കാട്ടും. അല്ല ഇതല്ല, ഇവരുടെ ഈ നോർമൽ ഹുമൂസും ഉണ്ട്. നോർമൽ ഹുമൂസ് എടുക്കാൻ പറയും ഇപ്പം കഴിക്കാൻ. ഗൈസ് കബാബ് വന്നിരിക്കുകയാണ് ഗൈസ്. നോർമൽ ഹുമൂസ്. ഇതാണ് സ്പൈസി. Oh, Jolo, the spiciest kebab. Oh my god. Yeah, thank you. എന്താ ഇത് കൊബിത്തെ, ഐ മീൻ കോനിഗി. Yeah, കൊബിത്തെ. കൊബിതെ. ഇതാണ് കോനഗി, ഇതാണ് ജോളോ. Okay. ജോളോ the spiciest kebab you will have here. അടി സ്പൈസിയസ്റ്റ്. അടി 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 അടി. ബിസ്മില്ലാ. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, ഭയങ്കര എരിവില്ല. പക്ഷെ മീറ്റ് ഒരു രക്ഷയില്ല. ലാംബ. When I started learning kebabs 8-9 years ago, അടിപൊളി. ബിസ്മില്ലാ. സൂപ്പർ, ഹാൻഡ്സ് ഡൗൺ. ഒരു രക്ഷയില്ല കേട്ടോ. ഏതെന്നറിയോ? ക്ലോസപ്പ് കാണിച്ചു തരാം. it will be a little cocky to ഈ say, സാധനം but കിട്ടില്ല. definitely one of the best kebabs I've made for Dubai. No, നൈസ് മാൻ, ബട്ട് ദിസ് ഇസ് സോ ഗുഡ്. ദിസ് ഇസ് സോ ഗുഡ്. the point you mentioned, ഇത് കുറച്ചും കൂടിയും ഒരു ബഫ്ഡ് ലാമ്പാണ്. ലൈക്ക് യു നോ, യൂഷ്വലി നമ്മൾ കബാബ്സ് കഴിക്കുമ്പോൾ ഇത്ര ബഫ് ആവില്ല. ഹൗ വിൽ ദിസ് ബി ഇൻ ചിക്കൻ ഇസ് വാട്ട് ഐ എം തിങ്കിങ്. I recommend only people who eat lamb. It's good in No, chicken. that is obviously I know. Lamb is. But you know, these days, go ahead. Any Lebanese? Oh, put yo, just think about it, boy. Oh, No, I- all the restaurants. Yeah? all Fry. facing. Get the flight. The flight thing. Bring the flight. I ordered it. Oh, I hope the fly is not coming in the video. that we cannot control. So this is Af- taking the Syrian kebab which you have at Arish Damascus. I would suggest that go, if you can, on the way, try the kebab there. No, I know very well. It will be വെരി ഡ്രൈ, നോ? very dry because they don't meat and they use a very low cut. Again, very cost sensitive Syrian population. മറ്റേ ഇതല്ലേ മറ്റേ ചോറ് ഇതായിരുന്നു. അതന്നെ. അതിന്റെ പേരെന്തോന്നായിരുന്നു? തബൂക്ക്. തബൂക്ക്. അത് വിത്ത് ചിക്ക. I'll have plate. ഇതെങ്ങനെ കഴിക്കണമെന്നറിയോ? ഞാൻ കാണിച്ചു ഇതാ കിട്ടിയത്. ചോറിങ്ങനെ എടുക്കുക. ചോറിങ് എടുക്കുക. ഇവിടെ കുറച്ച് ആൾക്കാർ വിളിച്ചിരിപ്പുണ്ട്. Try that red sauce. The down one? Yeah. That is Kuwaiti. This is Kuwaiti style shatta.
എന്നിട്ട് കുറച്ച് നാളായി അതല്ലേ ചോറിന്റെ പരിപാടി വന്നിട്ടേ. ഒരു കലയാണ് സുബിനെ. സുബിൻ ചോറ് കഴിക്കുന്ന ഒരു കലയാണ് ഗൈസ്. സംഭവമാണ് കേട്ടാ. വെരി is it jeera samba or ponni the rice ജീരക സാമ്പാറാ? നമ്മുടെ ജീരശാല റൈസ്. ഓ ഹോ ഹോ ഹോ. കുറച്ച് ചോറ് ഇതാ കുറച്ച് പച്ച കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. Just have the rice as is and then tell me if you like it. You know, you'll understand the flavor. വെറും റൈസ് കഴിച്ചാൽ ആദ്യം. You see that overnight headache that we deal with? Yeah, it's very nice. നമ്മൾ പറഞ്ഞിട്ടില്ല You're not eating? I've been noticing. ലേറ്റർ Oh, he eats, but nobody sees that. എന്നുവെച്ചാൽ തലേന്ന് വെജിറ്റബിൾ സ്റ്റോക്കും മീറ്റിൻ്റെ ബോൺസിലുള്ള സ്റ്റോക്കും എല്ലാം ഇട്ടിട്ട് സിമ്മർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റൈസായത്. എന്നുവെച്ചാൽ തലേ ദിവസം ഓവർനൈറ്റേ ഉണ്ടാക്കി വെക്കുന്ന ഇതിന്റെ അത് ശത്തൻ്റെ ആയിരിക്കും. പച്ച നല്ല എരിവുണ്ട്. എന്നാ ചോറാ? ആ നല്ല നല്ല ഫ്ലേവറുള്ള റൈസും അതേപോലെ ഇവർ ഈ ശബ്ദം മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടല്ലോ. കിടിലം ചോറ്. ചിക്കൻ എടുക്കാം. ചോറ് സോ ഗുഡ് അല്ലേ, നല്ല ഫ്ലേവർ. ജിമ്മന്മാർക്ക് വരാം. ഇല്ല, നീ കഴിച്ചില്ലേ? അതായത് അവിടെ ഇവിടാണ് ഈ ഒരു പാട്ട് നല്ല വോയിസ്. സോ ഗുഡ്. അദാന കബാബ് ഇല്ലേ, അതാണ് ടർക്കിഷ് കബാബ്. സിമിലർ their version. Atani kebab. The old name of Istanbul. Mexican influence or fusion made by Mexican and America. So now it's Mexican American fusion. Mexican American fusion. So what all are there now? The bread. There's a tortilla. There's a meat. There's a tortilla. There's an arbol chili meats. Use Turkish. Mexican chilies. Oh, the flavor of the fat flavor just coming out. Wow. കഴിയടാ, നീ കഴിച്ചിട്ട് നിന്റെ റിയാക്ഷൻ എടുത്തിട്ട് ഏത് കഴിക്കടാ. അല്ലെങ്കിൽ ആൾക്കാർ പറയും നമ്മൾ വലിയ ഫുഡ് കൊടുക്കണില്ല. ആണ്. Which one's your favorite so far? Which one's your favorite so far? Our Kobite has already. Now what is coming? അതൊന്ന് വെയിറ്റ് ചെയ്യണം. പതുക്കെ ഫ്ലേവർ വരും, മെല്ലെ പതുക്കെ എരിവ് വരും, പതുക്കെ ഫാറ്റിന് പതുക്കെ ലാമ്പ് വരും, ഇങ്ങനെ ഓരോന്ന് വരും. Different layers of meat flavors. Yes. It's not just one. Izmi Ali kofte. Bismillah. Again, lamb. We got very good kebabs. Oh. Now, with the sauce. Very good. The lamb. But again, in this one also, we've got a spicy version. This Mexican, what we're doing is the sauces, we're creating a on the go, we'll make a hot one. Kebab അടിപൊളി. നല്ല lamb. മത്തടിച്ചിരിക്കുകയാണ് ഗൈസ്. അതാ സർ അദാന കബാബ്. മെൽറ്റായ അത്താന കബാബ്. അപ്പം നിങ്ങൾക്ക് നല്ല കബാബ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കൊബിദെ എന്ന് വെച്ചാൽ ഇറാനി കബാബ്, സിറിയൻ കബാബ്, മോയിസ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള സിറിയൻ കബാബ്, ലെബനീസ് കബാബ്സ് എവർ ഞാൻ ഇതുവരെ കഴിച്ചില്ല.
ഓ വാവ്, ഇത് മറന്നു കേട്ടോ, സോറിടാ, lamb chops. എന്നോട് മറന്നുപോയി. This lamb chops is local cut lamb with a different flavor profile, our own. നമുക്ക് അത് സോഫ്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് വീട് ചെയ്യാം. അല്ല ഇത് ഇത്ര തടിയുള്ള ലാം ചോപ്സ്. ലാം ചോപ്സ് സാറിന് ഇത്ര തടി ഉണ്ടോ? ദമിയാത്തിയിൽ മാത്രം അത്ര ചെറിയ ലാം ചോപ്സ് കിട്ടും. അതാ രസം. I was telling, the smallest lamb chops we find is from Damiati. The rest everywhere we get big lamb chops, but there we get small. But that's the most juiciest. So you guarantee? No, there's another one. Yeah. 2 different styles that are coming. This is one. This is flavor one. This is local lamb cut. Which is the Damiati style? That's coming. Then I'll wait for that. Try this first, then go to that. Tell me how you take it. This is a. Bismillah. Ooh. നല്ല സോഫ്റ്റ് ആണല്ലേ. സാധനം പല്ല് വെച്ച പടം. അതെ. സോഫ്റ്റാ, എക്സ്ട്രീം സോഫ്റ്റ്. അയ്യോ വേണ്ട. മുളക് ഇട്ടിട്ടതാ, നല്ല നല്ല രസമുണ്ടാവും. മുളക് നാരങ്ങയോ? ഇനി എനിക്ക് പറ്റുന്ന നോക്കും. ഇല്ല അത് നല്ല വേണ്ട. ആ ഫീൽ. എനിക്ക് ഫീൽ ആവുമ്പോൾ എന്നെ തിന്നു. അതെ അതെ. പക്ഷെ ആ കടിച്ചാടില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, അടിപൊളി ടെൻഡർ. അല്ല കാണാനുണ്ട് കേട്ടോ, നല്ല. പക്ഷേ ഫ്ലേവർ മീറ്റ് ക്വാളിറ്റി അടിപൊളി. പക്ഷെ എനിക്ക് ഈ ഫ്ലേവർ അത് മാച്ച് ആയിട്ടില്ല. ഇപ്പോൾ ബട്ട് ദേ ഹാവ് ദ റിയൽ. അത് സൂപ്പർ ആയിരിക്കും. ഇവിടെ ലാം ചോപ്സും കിട്ടും. അപ്പം നിങ്ങൾക്ക് വരാം. നല്ല ഈ ഒരു വിൻ്റർ സമയത്തൊക്കെ വെളിയിലിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു കിടിലം റെസ്റ്റോറൻറ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വരാം. സുബിൻ്റെ പേര് പറയാം. ഹായ്. അപ്പോൾ അവർ ഹായ് എന്ന് പറയും. അപ്പോൾ അത്ര അപ്പോൾ ഒരു ഹലോ പറയുക. Yeah, this is what it should look like. Nice. So Bismillah. സുബിൻ അപ്രൂവ്ഡ് ഗൈസ്, സുബിൻ അപ്രൂവ്ഡ്. എന്നാലും നമ്മളെ മറ്റേനത്രാവില്ല. ഇല്ല. ദമിയ ദിവസ് സർ. I'll go check it out. You haven't tried it? No. Oh, you should. Oh. Try Damiati. How much is it? ഇത് വേറെ 4 ലെവലാണ്. pieces. ഗൈസ്, ഇത് മെനുവിലില്ലാത്ത ഡിസർട്ട്. Cold baklava. Tiramisu Tiramisu cream. Yeah. അതിന്റെ പേര് മൈക്രോഫോൺസി. മണ്ടയില് മസ്കപ്പോണെ. ഓക്കെ റെഡി. മസ്കപ്പോണെ ഓർമ്മയില്ലേ? വിത്ത് ചോക്ലേറ്റ് സോസ്. ഹെൽത്തി. ഇത്ര ഒഴിക്കൂ. ഇതാണോ പറഞ്ഞത് ലൈറ്റ് എന്ന്? ഇതിന് പഴംപൊരി മുക്കിപ്പിരിക്കാലോ. ഈശ്വരാ. ഇത് ഓവറാ ചോക്ലേറ്റ്. എന്നാ പിന്നെ അത് മണ്ടേ കൂടെ ഒഴിച്ചാൽ പോരായിരുന്ന? ഇല്ല സുബിനെ, ഒഴിച്ചാ പോരെ. അല്ല ഈ മറ്റേ പെട്ടി വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായേ? ഫാഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫാഷൻ. പ്രസന്റേഷൻ. പക്ഷെ ഈ പ്രസന്റേഷൻ കുളമായി. ഇത് മറ്റേ ശരിക്കും പറഞ്ഞ പൈ. കുഴപ്പമില്ല, സംഭവം കൊള്ളാം കേട്ടാ. ഇവരൊന്നും ചെയ്യണ്ടല്ലോ. കട അടിപൊളിയാ. നിങ്ങൾ വരിക, മീറ്റ് കഴിക്കുക, കണ്ട വഴി ഓടുക. എനിക്ക് എത്ര പറയാനുള്ളൂ.